അടുത്തതായി മറ്റൊരു ആശംസാ ഭാഷണമാണ് ശ്രീമതി സിതാര ബാലകൃഷ്ണൻ അവർ. കേരളത്തിലെ സമകാലീന നൃത്തശാഖയ്ക്ക് തുടക്കകാലത്ത് തന്നെ വലിയ സംഭാവനകൾ നൽകിയ ഒരു അതുല്യ കലാകാരിയാണ് ശ്രീമതി സിതാര ബാലകൃഷ്ണൻ അവർ. എന്നെ ഏറ്റവും ആകർഷിച്ചത്, ഞാൻ അവരുടെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്തപ്പോൾ, അത്ഭുത രാമായണത്തിന് നമുക്ക് എഴുതിച്ചുള്ള രാമായണം അറിയാം, വാൽമീകി രാമായണം അറിയാം. അത്ഭുത രാമായണത്തിലെ രാവണന് 1000 തലയാണ് പോലും. 1000 തലകളുള്ള രാവണനെ വധിക്കുന്നത് ശ്രീരാമനല്ല, മറ്റൊരു കഥാപാത്രവുമല്ല, അത് സീത തന്നെയാണ്. പലപ്പോഴും അബലകളായി ശക്തിയില്ലാത്തവരായിട്ട് സ്ത്രീകളെ പല കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ പ്രബലയായ ഈ സീതാദേവിയെ നൃത്താവിഷ്കാരത്തിലൂടെ അഭിനയ രംഗത്ത് കൊണ്ടുവന്നത് ശരിക്കും സിതാര ചേച്ചിയാണ്. അത്ഭുതമായിട്ട് തോന്നുന്നു. ആധുനിക കാലത്ത് നൃത്തകലയ്ക്കുണ്ടാവുന്ന ബുദ്ധിക്ഷയങ്ങളെ തന്റേതായ വീക്ഷണകോണിലൂടെ കാണാൻ ശ്രമിക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. അവരെ പൈതൃകത്തിന്റെ ഈ സാംസ്കാരികോത്സവത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അവരെ ആദരിക്കുന്നതിന് വേണ്ടി അമ്മേ നാരായണ നൃത്തകലാലയം അധ്യാപകൻ ഡോക്ടർ ഗുരുജി ഹരിദാസ് അവരെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ മീന ബഹൻജിയെയും സാന്തിവനി സാധനാലയത്തിന്റെ ആചാര്യൻ ഡോക്ടർ ശ്യാം പ്രസാദ് അവർകളും ശ്രീമതി സിതാര ബാലകൃഷ്ണൻ അവരെ ആദരിക്കുകയാണ്. ഈ അതുല്യ കലാകാരിക്ക് വേണ്ടി നല്ലൊരു കയ്യടി കൊടുത്തു. വേദിയിലെ വിശിഷ്ട സാന്നിധ്യങ്ങൾ എല്ലാവരും ചേർന്ന് ശ്രീമതി സിതാര ബാലകൃഷ്ണൻ അവരെ പൊന്നാട ശ്രീ മീന ബഹൻജി അവർക്കൊരു സ്നേഹോപഹാരം നൽകുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി ഈ കലാകാരിയെ നമുക്ക് ഈ സാംസ്കാരികോത്സവത്തിലേക്ക് ആദരിക്കാം. പൈതൃക ജില്ലയ്ക്ക് വേണ്ടി ഗൃഹേ ആചാര്യ ദർശനത്തിന്റെ ഭാഗമായി ശ്രീ ശങ്കര വിഗ്രഹം ശ്രീമാൻ സദനം ഉണ്ണികൃഷ്ണൻജി നമ്മുടെ സിതാര ബാലകൃഷ്ണൻ അവർക്ക് നൽകുകയാണ്. ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ഹര ഹര ശങ്കര. ആശംസാ ഭാഷണത്തിനായി ശ്രീമതി സിതാര ബാലകൃഷ്ണൻ അവരെ ക്ഷണിക്കുകയാണ്. ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ഒരു സ്നേഹാദരം കൂടി അവർക്കായി എത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ബഹുമാന്യ സദസ്സിനും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. സമയം വളരെയധികം കടന്നു പോയതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. എങ്കിലും വളരെ സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് കൂടി എനിക്കിന്ന് ഇതൊരു പുണ്യ ദിനമാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഈ രീതിയിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആദരം കിട്ടുമെന്ന്. അതിന് കാരണഭൂതനായത് ആരാണ്, ഏത് വഴിയാണ്, എങ്ങനെയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് എന്നുള്ളത് വലിയൊരു നിയോഗം തന്നെയാണ്. ഞാൻ പാലക്കാടുകാരിയല്ല, തിരുവനന്തപുരക്കാരിയാണ്. ഞാൻ ഉണ്ണികൃഷ്ണ മാഷിൻ്റെ നേരിട്ടുള്ള ശിഷ്യയല്ല, പക്ഷേ ഇപ്പോൾ സദാസമയവും മാഷിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ശിഷ്യയാണ്. നിരവധി ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ജന്മത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണ മാഷിന്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ചന്ദ്രവിഗ്രഹം ഏറ്റുവാങ്ങാനുള്ള ഒരു നിയോഗമുണ്ടായി. അതുപോലെ ബ്രഹ്മകുമാരി ശ്രീമതി മീന ബഹൻ, ഞാൻ ആദ്യമായിട്ടാണ് ബ്രഹ്മകുമാരീസിൽ വരുന്നത്. ബ്രഹ്മകുമാരീസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഒന്നും അറിയാതെയാണ് ഞാനിവിടെ വന്നത്. മാഷ് വിളിച്ചു, ഞാനിവിടെ വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ച് വന്നു. നൃത്തം ചെയ്യണമെന്ന് പറഞ്ഞു, ഇവിടെ വന്നു. എല്ലാം ഗുരുകടാക്ഷം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ, ബ്രഹ്മകുമാരീസിൽ വന്നപ്പോൾ കണ്ട ചിത്രം, അതിൽ ഞാൻ കുറച്ചു നേരം തറഞ്ഞു നിന്ന് നോക്കി. ശിവപരമാത്മാവ് അത് തന്നെ എനിക്ക് കിട്ടി. ഒരു കൊച്ചുകുട്ടിയെ പോലെ വലിയൊരു ഉല്ലാസം തോന്നുന്നു, സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും ആ സന്തോഷത്തിന്റെ പ്രസരണങ്ങൾ നിറയട്ടെ എന്ന് വിചാരിക്കുകയാണ്. ആശംസാ പ്രസംഗമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കേട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ
എൻ്റെ ഗുരു, ഇന്നത്തെ നമ്മുടെ നേരത്തെ ശിഷ്യ പോലെ ഇന്നത്തെ നമ്മുടെ താരം, ഇന്നത്തെ നമ്മുടെ അതിഥി, ഇന്നത്തെ നമ്മുടെ മഹാഗുരു സദനം ഉണ്ണീകൃഷ്ണൻ മാഷിനെ കുറിച്ച് തന്നെയാണ്. മാഷിന് വേണ്ടിയിട്ടുള്ള സമർപ്പണം നൃത്താർച്ചനയായിട്ട് സമർപ്പിക്കാനായാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെയും ഇന്നും എത്തിയത്. ഞാനും ആ എത്തുന്ന ശിഷ്യകളും മാഷിന്റെ പ്രിയപ്പെട്ട ശിഷ്യകളാണ്. അവരെ കുറിച്ച് ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്. അതിൽ 3 പേര് ദുബായിൽ നിന്ന് വന്നു, 2 പേര് ഇന്നലെ ദുബായിലേക്ക് തിരിച്ചു പോയി, ഒരാൾ കോഴിക്കോട് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. ബാക്കി എല്ലാവരും കൃഷ്ണപ്രഭ തുടങ്ങി എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഗുരുവിന് വേണ്ടി ഞങ്ങളുടെ സർവാംഗ അഭിനയം അടി മുതൽ മുടി വരെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയാണ്. നൃത്താർച്ചനയിലൂടെ നവവിധ ഭക്തിയുടെ സാഷ്ടാംഗ നമസ്കാരം ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അനുഗ്രഹിക്കുക. നമസ്കാരം. സന്തോഷം.